ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ റിയാക്ട് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് പ്രവീണിൻ്റെയും പ്രണവിൻ്റെയും അമ്മയെക്കുറിച്ചാണ്. അമ്മയുടെ ബർത്ത്ഡേനെ കുറിച്ചാണ്. കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഈ അമ്മ ബർത്ത്ഡേ ആഘോഷിക്കുന്നത്. ആരും ഇതുവരെ വിഷൊന്നും ചെയ്തിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത്. വളരെ സന്തോഷമുണ്ട്, നല്ല ഹാപ്പിയാണ്. അവർ നല്ല ഹാപ്പി ആയിട്ട് പോകുന്നു, മറ്റവരും നല്ല രീതിയിൽ ഹാപ്പി ആയിട്ട് പോകുന്നു. എല്ലാവരും അങ്ങനെ തന്നെ പോട്ടെ. ഇവർ നല്ല രീതിയിൽ ആഘോഷിക്കാനാണ് നോക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഈ പ്രണവിനിപ്പം ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ ഇവരെ മാക്സിമം ഹാപ്പി ആക്കുക എന്നാണല്ലോ. കാരണം അവൻ മാത്രമാണ് കൂടെയുള്ളത്. അവരങ്ങനെ നൈറ്റ് വിഷൊക്കെ ചെയ്തിട്ട് ഉറങ്ങാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൊരു ഡോഗിനെ കാണിക്കുന്നുണ്ട്. എനിക്കിഷ്ടപ്പെട്ടൊരു ഡോഗാണ് ഇത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിനെ. പിന്നെയുള്ളത് അമ്മയും അച്ഛനും തമ്മിലുള്ള കുറച്ച് റൊമാൻസാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി കണ്ടിട്ട്. കാരണം ഈ അമ്മയെ കാണുമ്പോൾ എൻ്റെ അമ്മയെ പോലെയൊക്കെ എൻ്റെ അമ്മയൊക്കെയാണ് ഓർമ്മ വരുന്നത്. അവർ നല്ല ഹാപ്പിയാണ്. അവരങ്ങനെ തന്നെ പോട്ടെ. നല്ല രീതിയിൽ ഫുള്ള് രണ്ടാളും ചിരിച്ചിട്ടൊക്കെയാണ് നിൽക്കുന്നത്. പിന്നെ ഡ്രസ്സ് എടുക്കാൻ പോകുന്നുണ്ട്. ബർത്ത്ഡേ പ്രമാണിച്ച് ഡ്രസ്സ് എടുക്കാൻ പോകുന്നുണ്ട്. കൊച്ചു അമ്മയ്ക്ക് ഡ്രസ്സ് എടുത്ത് കൊടുക്കാൻ കൂട്ടിയിട്ട് പോയി. അവിടുന്ന് ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്തിട്ട് നോക്കുകയാണ്. ഇഷ്ടപ്പെട്ട ഡ്രസ്സൊക്കെ നോക്കിയിട്ട് എടുക്കുകയാണ് ഉണ്ടായത്. എന്നിട്ട് ഇട്ട് നോക്കുന്നുണ്ട്, ലൂസാന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെയുള്ളത് കേക്ക് കട്ടിങ്ങാണ്. വീട്ടിൽ വന്നതിന് ശേഷം നല്ല തൊപ്പിയും ഗ്ലാസ്സൊക്കെ വച്ചിട്ടുള്ള. പിന്നെ കേക്ക് കട്ട് ചെയ്തിട്ട് അമ്മയ്ക്കും ഹസ്ബൻഡിനും കൊച്ചിനുമൊക്കെ വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അമ്മക്ക് നല്ല സങ്കടമുണ്ട് കേട്ടോ. കാരണം നല്ല ഫേസിൽ കാണാൻ പറ്റും നല്ല സങ്കടം ഉണ്ടെന്ന്. കാരണം പുറത്ത് ചിരിയാണെങ്കിലും ഉള്ളിൽ നല്ല സങ്കടമുണ്ട്. കാരണം മൂത്ത മകൻ ഇല്ലാഞ്ഞിട്ടായിരിക്കാം. പിന്നെ പ്രണവ് സമ്മാനമായിട്ട് കൊടുക്കുന്നത് ഒരു ഫോണാണ്. കാരണം ഫോണ് പഴയതാണ് യൂസ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. പിന്നെ എന്നിട്ടും കരയുന്നുണ്ട്. കണ്ണൊക്കെ തടച്ചു കൊടുക്കുന്നുണ്ട് പ്രണവ്. നമുക്ക് നെക്സ്റ്റ് കാര്യത്തിലേക്ക് കടക്കാം. പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇതിൽ നെഗറ്റീവ് കമൻറ്റ്സ് ഉണ്ട്, പോസിറ്റീവ് കമൻറ്റ്സ് ഇട്ടതിന് റിപ്ലൈ ആയിട്ടാണ് നെഗറ്റീവ് കമൻറ്റ്സ് വരുന്നത്. ഇതിൽ അവരെ സപ്പോർട്ട് ചെയ്തിട്ട് കുറേ ആളുകളുണ്ട്. പക്ഷേ ഈ കമൻറ്റ് ബോക്സിൽ റീപ്ലൈ ആയിട്ട് വരുന്നത് ഫുള്ളും നെഗറ്റീവായിട്ടാണ്. കുടുംബം കലക്കി, നിനക്കൊന്നും വേറെ പണിയില്ലേ, അങ്ങനത്തെയൊക്കെ. പ്രവീണ വീട് വിട്ട് പോയപ്പോഴാണോ കൊച്ചുവിന് അമ്മയുടെ ബർത്ത്ഡേ ഓർമ്മ? അത് നിങ്ങളോട് വന്നിട്ട് പറഞ്ഞോ? ഇതൊക്കെ ഫേക്ക് അക്കൗണ്ട് ആയിരിക്കാം എനിക്ക് തോന്നുന്നത്. കമൻസ് ഇടുന്നത് ആരും അങ്ങനെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തിയിട്ട് അങ്ങനെ കമൻസ് ഇടില്ല. മൃദുലയുടെ സ്ക്രിപ്റ്റ് ആയിരുന്നു. പക്ഷെ ഇതൊക്കെ ആരെങ്കിലും നിങ്ങളോട് വന്നിട്ട് പറഞ്ഞു? അവിടെ എന്താ നടന്നതെന്ന് നമുക്ക് ആർക്കും അറിയില്ല, ഇതുവരെ ആർക്കും അറിയില്ല. നമുക്ക് ജസ്റ്റ് ചെറിയൊരു വീഡിയോ ക്ലിപ്സും വോയിസൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളൂ. എന്താണ് അവിടെ എക്സാക്ട്ലി നടന്നത് ആർക്കും അറിയില്ല. പിന്നെ തല്ലിയിറക്കി വിട്ടു. നിങ്ങൾ കണ്ടോ തല്ലിയിറക്കി വിടുന്നത്? നമുക്ക് നെക്സ്റ്റ് കമൻറ്റ് കാണാം. 16 വയസ്സിൽ പ്രസവിച്ച മകനെ മറ്റൊരു ലോകത്ത്. എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇടുന്നവരോട് പറയാനുള്ളതെന്ന് വെച്ചാൽ നെഗറ്റീവ് കമൻ്റ് ഇടുന്നവരോട്, നിങ്ങളിപ്പം കൊച്ചുവിൻ്റെ ചാനലാണ് കാണുന്നത്. അപ്പം കൊച്ചുവിന് വേണ്ടിയിട്ട് കൊച്ചിനെ ഇഷ്ടപ്പെട്ടിട്ടാണല്ലോ നിങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ അതിന് പോസിറ്റീവ് കമൻ്റ് ഇടാൻ പോവുക. അപ്പോൾ ഈ കൊച്ചിനെ ഇഷ്ടപ്പെടാത്തവർ നെഗറ്റീവ് കമൻറ്റ്സ് ഇടുന്നവരോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് കൊച്ചുവിനെ ഇഷ്ടമില്ലെങ്കിൽ വീഡിയോ കാണാണ്ടിരിക്കുക. നിങ്ങൾക്ക് പ്രവീണിനെയാണ് ഇഷ്ടമെങ്കിലും പ്രവീണിൻ്റെ വീഡിയോ കണ്ടിട്ട് പോസിറ്റീവ് കമൻ്റ് ഇടാം. എന്തിനാണ് ഇവിടെ വന്ന് വെറുതെ സമയം കളയുന്നത്? നിങ്ങൾ വീഡിയോ കണ്ട് വെറുതെ എന്തിനാണ് സമയം കളയുന്നത്? ചിലപ്പോൾ വീഡിയോ കാണാണ്ടായിരിക്കാം കമൻ്റൊക്കെ ഇടുന്നത് കേട്ടോ, എനിക്ക് പറയാൻ പറ്റില്ല. പിന്നെ പ്രവീൺ ഇഷ്ടമുള്ളവർ പ്രവീണിൻ്റെ വീഡിയോ കണ്ടിട്ട് അവിടെ സമയം ചിലവഴിക്കുക. എന്തിനാ ഇവിടെ വന്നിട്ട്? നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ വീഡിയോ കാണണ്ട. നിങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ടല്ലോ, എന്തൊക്കെ ഓപ്ഷൻ ഉണ്ട്. വീഡിയോ കാണാണ്ടിരിക്കുക, സ്കിപ്പ് ചെയ്ത് പോവാമല്ലോ. എന്തിനാ വെറുതെ കണ്ട് സമയം കളയുന്നത്? എനിക്കറിയില്ല. മൃദുല ആണ് ഇതിനൊക്കെ കാരണം. ഈ മൃദുലയാണ് മീൻസ് കൊച്ചുവിനെ സപ്പോർട്ട് ചെയ്യുന്നവരായിരിക്കും ഇതൊക്കെ പറയുന്നത്. പക്ഷേ നിങ്ങളോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങൾക്കൊന്നും അറിയില്ല. ഇപ്പോൾ ഇതായാലും അവർക്ക് കേൾക്കാൻ താല്പര്യം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് അവർ റീപ്ലൈ ഒന്നും തരാത്തത്. കാരണം ഇപ്പോൾ പ്രവീണായാലും പ്രണവായാലും ഒരു വീഡിയോ ചെയ്തെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു പ്രോബ്ലം വന്നു. പ്രവീണാണെങ്കിൽ വൈഫിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ മീൻസ് ഇങ്ങനെ സൈബർ ബുള്ളിങ് ഒക്കെ വന്നപ്പോൾ ഇത് ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് വെച്ചിട്ട് ചെയ്തു.
ബട്ട് അത് ചെയ്തപ്പോഴാണ് പ്രവീണിന് മനസ്സിലായത് ഇത് ഭയങ്കരമായിട്ടുള്ളൊരു തെറ്റാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. കാരണം കൂടുതലായിട്ട് പ്രോബ്ലം വീക്കാവുകയാണ് ചെയ്തത്. ഓക്കെ, അതിനുശേഷം പ്രവീണിന് മനസ്സിലായി ഇങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല എന്നുള്ളതാണ് പ്രവീൺ അത് പ്രൈവറ്റ് ആക്കിയത്. അതേപോലെ തന്നെ കൊച്ചുവും ചെയ്തു. കൊച്ചുവിൻ്റെനും റിയാക്ഷൻ വന്നു. കൊച്ചുവിനും പിന്നെ അത് മീൻസ് എന്താണ് നമ്മുടെ കയ്യിലല്ലാണ്ടായി. അത് കയ്യിൽ പിടിച്ചാൽ കിട്ടാത്തൊരവസ്ഥയാണ്. അപ്പോൾ കൊച്ചു അത് പ്രൈവറ്റാക്കി. അപ്പോൾ ഇവർക്ക് രണ്ടാളും അവർ ഫസ്റ്റ് ടൈമിൽ യൂട്യൂബിൽ ഇങ്ങനത്തെ റിയാക്ഷൻ മീൻസ് എന്താണ് വീഡിയോ ചെയ്യുന്നത്. സോ അപ്പോൾ അതിൻ്റെ റിയാക്ഷനായിട്ട് അവർക്ക് നെഗറ്റീവ് വന്നപ്പോൾ അവർ വിചാരിച്ചു ഇങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. അതുകൊണ്ട് രണ്ടുപേരും അവരുടെ ലൈഫായിട്ട് മുന്നോട്ട് പോവാണ്. അപ്പോൾ നിങ്ങളാണ് വെറുതെ കമൻ്റ് ഇട്ടിട്ട് അവരെ ഇത് ഓർമ്മിപ്പിക്കുന്നത്. ഓക്കെ, സോ കമൻ്റ് ഇടുന്നവർ ശ്രദ്ധിക്കുക. എന്ന് വെച്ചാൽ നിങ്ങൾ കമൻ്റ് ഇട്ടിട്ട് നിങ്ങളങ്ങ് പോവും. ലാസ്റ്റ് ഇവരൊന്നാകുമ്പം നിങ്ങൾ ശശിയാവും കേട്ടോ. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നമ്മുടെ റോബിൻ്റെ കാര്യം അറിയാമല്ലോ. റോബിനും ബ്ലെസ്ലിയും ഭയങ്കര വഴക്കായിരുന്നു ദിൽഷേൻ്റെ പേര് പറഞ്ഞിട്ട്. പക്ഷേ ലാസ്റ്റ് അവർ പുറത്തിറങ്ങി, അവരെ മിണ്ടി. പിന്നെ ശശിയായത് റോബിൻ്റെ ഫാൻസും ഓപ്പോസിറ്റ് നിൽക്കുന്നവരുടെ ഫാൻസുമായിരുന്നു. ഇവിടെ ആരാ പടക്കം പൊട്ടിച്ച്. അപ്പം അത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.